ഹായ് മൈ ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ രാജസ്ഥാനിൽ നിന്ന് തിരിച്ച് പോണ സമയത്ത് ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ള നിലയിൽ ഒരു സ്ഥലത്ത് കയറിയതാണ് കേട്ടോ. അപ്പം അവിടെ വെച്ച് ഇങ്ങനെ എന്താ പറയുക, ഹൈവേ ഷോപ്പിംഗ്, ഹൈവേ റെസ്റ്റ് ഹൗസ് എന്നുള്ള പോലെയായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടുപോയി എന്തൊരു രസം എന്നറിയാം. പക്ഷെ ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില, നമുക്ക് അടുക്കാൻ പറ്റില്ല ഒന്നും. ഓരോ കണ്ടില്ല. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റേറ്റാണ് കേട്ടോ. ഇവിടുത്തെ കലാരൂപങ്ങൾ ഇതൊക്കെ ഞാൻ എന്നും ആവശ്യമുണ്ട് പറയും. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇംഗ്ലീഷുകാരെ ഒരു ഇതാണ്, ഇംഗ്ലീഷുകാർ വന്ന് പോണ കാരണം തോന്നുന്നുണ്ട്. ഭയങ്കര സാധനങ്ങൾക്കൊക്കെ വില, നമുക്ക് തൊടാൻ പറ്റാത്ത പോലെ അത്ര വിലയുണ്ട് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഓരോ സാധനങ്ങളും ഇല്ലേ, ഓരോ സാധനങ്ങളും ഭയങ്കര വില. ഈ കുഞ്ഞി ബുദ്ധയ്ക്ക് വരെയുണ്ട് നല്ല വില. ഇതിനൊക്കെ കണ്ടില്ലേ, 250 രൂപയ്ക്ക് ആനയ്ക്ക്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കേട്ടോ. എന്താ പക്ഷെ ഭംഗിയെന്നറിയോ കാണാനായിട്ട്. എൻ്റെ കയ്യിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു കാണുമെന്ന് വാങ്ങിച്ചു കൊണ്ടുപോയേനെ. 2 കാണുന്നുണ്ട് എൻ്റെ കയ്യിൽ. കൃഷ്ണനെയാണ് നമ്മളിവിടെ കാണുമെന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എന്താ ഭംഗി നോക്കിയേ, ഓരോ പ്രതിമകളുടെയൊക്കെ വില നോക്കി, ഓരോ എന്താ പറയുക കൊത്തുപണികളും ശില്പങ്ങളുടെ ഓരോന്നിൻ്റെ ഭംഗി നോക്ക്. ഇത് കണ്ട സാധനങ്ങൾ, ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ചതയ്ക്കുന്നതാണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടെന്തോ ഇതാക്കണമൊക്കെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ആർക്കെങ്കിലും എന്താണെന്ന് അറിയുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ, കാരണം ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞേ സാധനത്തിൻ്റെ വില നോക്കൂ, 3880 കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെ വിലകളും ഇതൊക്കെ കണ്ടില്ലേ. എന്താണ് സംഭവങ്ങളൊന്നും മനസ്സിലാവണില്ല. ആർക്കെങ്കിലുമൊക്കെ അന്ന് അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ സൂര്യൻ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞത് ഇതാണ് ഏരിയ. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനും രാകേഷേട്ടനും ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് കുടിച്ചു. നോക്കിയേ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക ബോക്സുകൾ, ഇങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ പോലത്തെ ഗണപതി ബപ്പനെ കണ്ട. പിന്നെ കീ ചെയിൻസിൻ്റെ പലതുണ്ടല്ലോ, 100 രൂപയിലും കുറവുള്ള സാധനങ്ങളൊന്നും ഇല്ല. നോക്കിയാൽ ഈ ആമയ്ക്ക് 120 ഓരോരോ സാധനങ്ങൾക്ക് നോക്കി. ഇത് സൂപ്പർ ആന, കല്ലും തിളക്കമൊക്കെ ആയിട്ട് എത്ര വില നോക്കിയാൽ കണ്ടാ. ഇതാണ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ ഇതിലൊക്കെ ചീട്ടുകളാണ് കേട്ടോ. ഈ കണ്ണാടകളുടെ ഒരു മായാലോകം. ഇത് നോക്കിയാൽ വേണ്ട, ഞാനിങ്ങനെ ഒരു കണ്ണാട വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് രാജസ്ഥാൻ്റെ ഒരു ഇതുണ്ട്, നമ്മുടെ ഹവാമഹലും അതുപോലെ തന്നെ ഏതാ സ്ഥലം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. 280 റുപ്പീസാണ്. ഞാൻ വിഷുക്കണി വയ്ക്കുന്ന ഇതിലത്തെ കണ്ണാടൻ്റെ പൊട്ടി ഒരെണ്ണം വാങ്ങണം വിചാരിച്ചാണ്. കോസ്റ്റ്ലി ആണെങ്കിലും രാജസ്ഥാൻ്റെ ഓർമ്മയ്ക്ക് ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൽ പല ഇതുണ്ട്. ഇത് കണ്ട വേറെ ഒരു കൊട്ടാരം കണ്ടില്ലേ, അവിടുത്തെ രാജസ്ഥാനിലെ തന്നെ ഓരോ ഇത്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഓർമ്മപ്പെടുത്തുന്ന ഓരോ ഇത്. പിന്നെ അങ്ങനെ കുറേ ഓരോ സാധനങ്ങളുണ്ട്. പിന്നെ നോക്കി പുസ്തകങ്ങളുടെ ഒരു ലോകമാണത് കേട്ടോ. പഴയ പുസ്തകങ്ങൾ പോലെ. എനിക്ക് പെൻസിൽ കണ്ട, ഇതിന് 190 റുപ്പീസ് ഉണ്ട്. മരത്തിൻ്റെ പെൻസിലാണ്. ഇവിടെ ഒരു കളർ കണ്ട കാരണം പെൻസിലാന്ന് മനസ്സിലായത്. ഇത് നോക്കി 320. ഇവിടെയൊക്കെ കണ്ട ഓരോന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. നമ്മുടെ ബൈനോക്കുലർ സോറി ഓക്കെ മേക്ക് ലിയ एक मिरर लिया. ഓക്കെ ഇന്ന് 20% ഡിസ്കൗണ്ട് ഉണ്ടെന്നൊരു പെണ്ണ് വന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ കണ്ട താജ്മഹൽ പല രൂപത്തിൽ. താജ്മഹൽ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഇഷ്ടമില്ല.
അത് വാങ്ങി വീട്ടിൽ വയ്ക്കാനായിട്ട്. കാരണം അങ്ങനെ പറയും, താജ്മഹൽ പ്രണയത്തിൻ്റെ ഇതാണെന്ന് വെച്ചാലും ഒരു ശവകുടീരമായതുകൊണ്ട് എനിക്ക് വാങ്ങാൻ താല്പര്യമില്ല കേട്ടോ. അത് കാരണം ഞാൻ വാങ്ങിയില്ല. പിന്നെ നോക്കൂ, ഇത് എന്താ സംഭവം ആർക്കറിയാം, മനസ്സിലായില്ല. ആർക്കെങ്കിലുമൊക്കെ വല്ലതൊക്കെ മനസ്സിലാവണമെങ്കിൽ പറഞ്ഞോളാം, എനിക്കൊന്നും മനസ്സിലാവണില്ല സംഭവങ്ങൾ. ഇത് പിള്ളേരെ പറ്റിക്കാനുള്ള കുറേ സാധനങ്ങൾ കണ്ടാ, കണ്ണ് വെട്ടാണ്ടിരിക്കാനും ഓരോരോ സാധനങ്ങൾ, ഓരോരോ ഭംഗികൾ നോക്കിയാൽ എന്താ രസമല്ല. പേഴ്സുകളൊന്നും നോക്കൂ, പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു പേഴ്സ് അടിപൊളി. പക്ഷേ വില എത്രയാണെന്നറിയോ? 2780 രൂപ. ഇത് കണ്ട, ഇത് നോക്കി, കുഞ്ഞു മക്കൾക്ക് പറ്റിയൊരു നല്ല പേഴ്സാണ്. ബട്ടർഫ്ലൈ. എൻ്റെ എന്തായാലും സമയം പോയി എന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ കയറാൻ താല്പര്യമില്ലാണ്ട് കയറിയതാണ് കേട്ടോ. രാകേഷ് ഏട്ടൻ ഒന്ന് കയറിക്കാം വാഷ്റൂമിലൊക്കെ പോകണമെന്ന് വെച്ചാൽ. പിന്നെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, പഴയ ബുക്കിൻ്റെ സ്റ്റൈലിൽ ഡയറിയാണ്. നമുക്ക് വല്ല കഥകളൊക്കെ എഴുതി സൂക്ഷിക്കാനായിട്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും എഴുതി സൂക്ഷിക്കാനില്ലാത്ത കാരണം ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ ഓരോരോ ബുക്കുകളുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം. കുക്കറി സ്റ്റോറിയും പിന്നെ ഓരോന്നും കണ്ട എന്താ രസം നോക്കിയാൽ. ഇംഗ്ലീഷുകാർ നിറച്ചാട്ടൊക്കെ പോയി, എന്താ പറയുക, അവരെ കൊണ്ടുവന്നവരൊക്കെ. ഈ ഒരു മാല നോക്കിയാൽ ഇവരുടെ ട്രഡീഷണൽ മാലയോ 180 റുപ്പീസ്. കണ്ട അവിടെ എങ്ങാണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യുൻ്റെ ട്യൂണൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, ഒക്കെ എന്നെ അടിച്ചു കൂട്ടി പോയി. പിന്നെ കണ്ടങ്ങനെ തുണികളുടെ സാമ്രാജ്യമാണ് കേട്ടോ. തുണികളും നല്ല വിലയുണ്ട്. ഇത് ഈ ഒരു കുർത്തിയുടെ വില നോക്കിയാൽ 1480. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു ലോകത്ത് വന്നപ്പോൾ. അവിടെ പിന്നിൽ കാണുന്നത് ചായ ഇല്ലേ, ഗ്രീൻ ടീ, പിന്നെ കുറേ മസാലകൾ, സ്പൈസീസ് അങ്ങനത്തെയൊക്കെയാണ്. ചീച്ചുവിനും ഉണ്ണിക്കുട്ടനും ഒരു ടീഷർട്ട് വാങ്ങാമെന്ന് വെച്ച് നോക്കിയപ്പോൾ 380 റുപ്പീസ്. രാജസ്ഥാനി സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന പിള്ളേർ. ആദ്യം ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴേ ഇങ്ങനെ ഒരു കോട്ട് വാങ്ങാമെന്ന് വെച്ച് നോക്കിയിട്ടാണ് അവന്, മൂത്ത പുത്രന്. അപ്പോൾ അതിൻ്റെ വില കണ്ടപ്പോൾ ബോധം പോയി. 2780 ആണ്. അപ്പം ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ കണ്ണാടകൾ, എല്ലായിടത്തും പോലെ കണ്ണാടകൾ, ഈ ചെയിൻസ്. ഇപ്പോൾ ആ വില നോക്കിയ 120. പല പല ടൈപ്പിലുള്ള ഈ ചെയിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ദുപ്പട്ടകളിൽ എന്തെങ്കിലും ഒരു നല്ലത് കണ്ടാൽ വാങ്ങണം എന്നുണ്ട് എനിക്ക്. കാരണം രാജസ്ഥാനി ദുപ്പട്ട, ഇത് ഫ്രോക്കാണ്. ഇതാണ് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് അറിയില്ല. പൊതിക്കെട്ടുകളൊക്കെ കണ്ട വെറുതെ എൻ്റെ ഫ്രണ്ട്സിന് കാണിക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പിടിക്കണമെന്നുള്ളൂട്ട്. ആർക്കെങ്കിലുമൊക്കെ ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നാംകിൻസ്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. ദുപ്പട്ടാണ് ഇത്. ഇങ്ങനത്തെ എൻ്റെ കയ്യിലുണ്ട്, അത് കാരണം അങ്ങനെയില്ല കേട്ടോ. मुझे वाइट टी शर्ट है ना, उसमें से एक 15 ईयर्स का और एक 20 ईयर्स उस साइड का, क्योंकि आपको पता चलेगा ना साइज है ना. हाँ, एक 15 ईयर्स का चाहिए, एक तो 21. ചീച്ചൂന് ചെറിയ സൈസ് പറഞ്ഞിട്ട് വാങ്ങാറ്, അതാണ് അങ്ങനെ പറഞ്ഞത്. പൊന്നോ ചീച്ചു, इधर का जैसा स्टाइल तो ये वाइट में ही
एक तो उन्नी कुटन के लिए भी ले लो। GPS signal lost.